ശ്രീകൃഷ്ണ കഥകളിൽ സ്നേഹത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. അവിടെ രക്തബന്ധങ്ങളെക്കാളും സാമൂഹിക നിയമങ്ങളെക്കാളും സ്നേഹബന്ധത്തിനാണ് പ്രാധാന്യം. രക്തബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള സ്നേഹമാണ്. ഉദാഹരണത്തിന് യശോദാദേവിയുടെ സ്നേഹം. രക്തബന്ധം ഇല്ലാതിരുന്നിട്ടും മാതൃത്വത്തിൻ്റെ അന്തസ്സ് മറികടക്കുന്ന ഒന്നായിരുന്നു അത്. കൃഷ്ണനെ സ്നേഹം കൊണ്ട് മൂടിയ യശോദ മാതൃത്വത്തിൻ്റെ ഏറ്റവും നിർമ്മലമായിട്ടുള്ള രൂപമാണ്. സാമൂഹ്യ നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള പ്രണയമായിരുന്നു ശ്രീകൃഷ്ണൻ്റെത്. രാധയോടുള്ള കൃഷ്ണൻ്റെ പ്രണയം നിയമങ്ങളുടെ ചട്ടങ്ങളെ തകർക്കുന്നു. രാധാദേവി ഭാര്യയല്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ദൈവിക പ്രണയത്തിൻ്റെ പ്രചോദനമായി മാറുന്നത് രാധാദേവിയാണ്. ആ പ്രണയം പുരുഷ സ്ത്രീ ബന്ധത്തിൻ്റെ ഭൗതിക ചട്ടങ്ങളിൽ പെടുന്നതുമല്ല, സമൂഹത്തിൻ്റെ ചുമത്തലുകൾക്ക് അടിമപ്പെട്ടതുമല്ല. രാധയോടുള്ള ആത്മീയ ബന്ധം അനന്തമായ പ്രണയത്തിൻ്റെ ദർശനമായി മാറുന്നു. കൃഷ്ണൻ്റെ എല്ലാത്തരം ബന്ധങ്ങളും സ്നേഹത്തിൻ്റെ മധുരത്തിൽ വിരിയുന്നതാണ്. ഗോപികമാരാവട്ടെ, മാതാവാവട്ടെ, അച്ഛനാവട്ടെ, ജ്യേഷ്ഠനാവട്ടെ, പ്രണയിനിയായിക്കോട്ടെ, ഇവരെല്ലാം കൃഷ്ണനോട് ഒന്നിപ്പിക്കുന്നത് സ്നേഹമാണ്. ഇവിടെ രക്തബന്ധങ്ങളും സാമൂഹിക നിയമങ്ങളുമായ മുറിവുപിടുത്തങ്ങൾ ചെറുതായി പോകുന്നു. അതിനു പകരം സ്നേഹത്തിൻ്റെ മഹത്വവും സ്വാതന്ത്ര്യമായി മാറുകയാണ്. ശ്രീകൃഷ്ണ കഥകളിൽ സ്നേഹത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. അവിടെ രക്തബന്ധങ്ങളെക്കാളും സാമൂഹിക നിയമങ്ങളെക്കാളും സ്നേഹബന്ധത്തിനാണ് പ്രാധാന്യം.